ഈ പ്രമേയങ്ങൾ ഒന്നാമത് വിദ്വേഷ പ്രചാരണം സർക്കാർ നിയന്ത്രിക്കണമെന്നാണ്. സ്വാഭാവികമായിട്ട് വെള്ളാപ്പള്ളിയായിരിക്കും ഈ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. പക്ഷേ ആരായാലും വെള്ളാപ്പള്ളിയുടെ ഒരു പേര് ഇതിനകത്ത് എവിടെയും പരാമർശിച്ചിട്ടില്ല. കാരണം ഇനി അങ്ങനെ വെള്ളാപ്പള്ളിയുടെ പേര് പറയുന്നത് പ്രശ്നമുണ്ടോ? അല്ല, ഞങ്ങൾ അനാവശ്യമായ ഒരു പ്രമോഷൻ ആർക്കും കൊടുക്കണ്ടല്ലോ. എന്തിനാ നമ്മൾ തെറ്റായ കാര്യങ്ങൾ ഇങ്ങനെ വലിയതായിട്ട് എടുത്തു പറയണം? നല്ല കാര്യങ്ങൾ പോയി ചെയ്യുന്നവരല്ലേ എടുത്തു പറയേണ്ടത്. തെറ്റായ ഞങ്ങൾ വ്യക്തികളല്ലേ എതിർക്കുന്നത്, ചെയ്ത കാര്യങ്ങളെയാണ്. ശരി ചെയ്താൽ ശരിയാണെന്ന് പറയും, തെറ്റ് ചെയ്താൽ ആരായാലും അത് തെറ്റാണെന്ന് പറയും. അതായത് ലീഗിനെതിരെ വെള്ളാപ്പള്ളി തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ കെ മുരളീധരൻ അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ സാമുദായിക നേതാക്കളെ പൂർണ്ണമായും വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് അവരുമായി സംസാരിച്ച് മുന്നോട്ട് പോകണമെന്ന്. അപ്പോൾ അതിനോട് എങ്ങനെയാണ് ലീഗിന് എന്താ പറയുന്നത്? ഞങ്ങൾക്ക് യാതൊരു തടസ്സവുമില്ല, യാതൊരു വിരോധവുമില്ല. എല്ലാവർക്കും അവരുടേതായ നിലപാടുണ്ട്. പറയുന്നത് ശരിയല്ല എന്ന് കേരളീയ പൊതുസമൂഹം മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനവും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ അദ്ദേഹം തുറന്ന് പറയണം എന്നതാണ് ഞങ്ങളൊക്കെ മനസ്സിലുള്ളത്. നിങ്ങളോട് തുറന്ന് പറയാം, പ്രസിദ്ധീകരിക്കാനല്ല. ഞങ്ങളെ മനസ്സിലുള്ളത് അദ്ദേഹം തുടർന്നുകൊണ്ട് ഇത്തരം പ്രസ്താവനകൾ നടത്തിയാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഇരട്ടി ഫലം ഞങ്ങൾക്ക് കിട്ടും, UDF-ന് കിട്ടും. അവിടെയാണ് ഈ ചോദ്യം, ഈ എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളിയുടെ പേര് എടുത്തു പറഞ്ഞുകൊണ്ട് ഇത്ര വിമർശനം ഉന്നയിക്കാത്തത് എന്നുള്ളത്. അല്ല, ഞങ്ങൾ വ്യക്തികളല്ലല്ലോ പറയുന്നത്, പറഞ്ഞ കാര്യങ്ങളെയല്ലേ ഞങ്ങൾ, ആശയത്തല്ലേ എതിർക്കുന്നത്. പറഞ്ഞ കാര്യത്തിൽ അത് ആര് പറഞ്ഞാലും ആ പറഞ്ഞ വ്യക്തിയെ ഞാൻ പറയട്ടെ, പറഞ്ഞ വ്യക്തിയും വ്യക്തിയെ കൊണ്ട് പറയിപ്പിച്ച വ്യക്തികളും അതിന് പ്രോത്സാഹനം നൽകുന്നവരും വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുന്നവരും കുറേ ഭാഗം ശരിയാണ് എന്ന് പറഞ്ഞവരും ഒക്കെ ഉണ്ട്. അവരൊക്കെ ഇതിൽ പെടും. ഈ നിയന്ത്രിക്കണം എന്ന് പറയുന്നതിനപ്പുറത്തെ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഭാഗമായിട്ട് എന്തെങ്കിലും നടപടി മുസ്ലിമിന്റെ ഭാഗത്തുനിന്നുണ്ടോ? അപ്പൊ അതുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഒക്കെ പരാതി കൊടുക്കുന്നുണ്ട്. പക്ഷേ അല്ല, ഇതിലാരാ നടപടി എടുക്കുന്നത്? നമ്മുടെ മുമ്പിൽ നേരത്തെ ചരിത്രം ഉണ്ടല്ലോ. ഈ വ്യക്തിക്കെതിരെ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് KPCC പ്രസിഡന്റ് പരാതി കൊടുത്തല്ലോ. ഇവിടെ ഈ കോഴിക്കോട്ട് നൗഷാദ് ഇതിൽ നമ്മളെ ഓടയിൽ വീട് മരിച്ചത് അന്ന് അയാൾ നടത്തിയ ഒരു പ്രസ്താവനയ്ക്കെതിരെ KPCC പ്രസിഡന്റായിരുന്ന VS സുധീരനാണെന്ന് പരാതി കൊടുത്തത്. കേസെടുത്തല്ലോ. അതുപോലെ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ്. എടുക്കുന്നില്ല, നിങ്ങൾ പറഞ്ഞാലും ശരി, അന്ന് എടുത്തു, ഇന്ന് എടുക്കുന്നില്ല. അത് തന്നെയാണ് ഞങ്ങളെ പ്രതിഷേധം. ലീഗ് എന്തിനാ പരാതി കൊടുക്കുന്നത്? രാജ്യത്തിലെ എല്ലാവർക്കും അറിയുന്നതല്ലേ. ഞങ്ങൾക്ക് ആ പറയുന്നത് കൊണ്ട് ഗുണം കിട്ടിയല്ലേ, പിന്നെ ഞങ്ങൾ ഇതിനാ പരാതി കൊടുക്കുന്നത്? അത് കേരള സമൂഹം മനസ്സിലാക്കിയല്ലോ. കേരളീയ സമൂഹം അത് മനസ്സിലാക്കിയതിന്റെ പ്രതിഫലനമല്ലേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട്. അതെ, അല്ല, ഇത് ചെയ്യേണ്ടവർ ചെയ്യുന്നില്ല എന്നുകൂടി ജനങ്ങൾ മനസ്സിലാക്കണം. പറയുന്നവരെ തടയുന്നില്ല. ആ വർഗീയ നിലപാടിനെ പൂട്ടേണ്ടുന്ന ഉത്തരവാദിത്വമുള്ള ആളുകൾ അത് ചെയ്യുന്നില്ല. അത് സമൂഹം മനസ്സിലാക്കട്ടെ. എന്നിട്ട് യുക്തമായ സമയത്ത് ഞങ്ങളിപ്പോൾ യൂത്ത് ലീഗ് കമ്മിറ്റി പരാതി കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ചെയ്തിട്ടുണ്ട്. നോക്കട്ടെ എവിടെ എത്തും. പിന്നെ ഇത്തരം പ്രസ്താവനകൾ ജാതീയമായും മതപരമായും വിദ്വേഷം ഉണ്ടാക്കുന്ന പ്രസ്താവനകൾ നടത്തുന്നത് ഇന്ത്യൻ ക്രിമിനൽ നിയമപ്രകാരം തെറ്റാണ്. ആ തെറ്റ് ചെയ്യുന്നവർക്കെതിരെ നടപടി എടുക്കേണ്ട ആഭ്യന്തര വകുപ്പാണ്. അത് എടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടല്ലോ. ഇപ്പോൾ ഈ പ്രമേയത്തിലൂടെ അതെല്ലാം ആവശ്യപ്പെട്ടത്.